നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങൾക്ക് മേൽ മോശം ദൃഷ്ടി വെച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി പ്രപഞ്ചം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 9 of Pentacles, 10 of Cups, 4 of Pentacles, Ace of Swords, Page of Wands, King of Cups, Page of Cups, 4 of Cups, Seven of Pentacles, Queen of Cups, The Lovers കാർഡ് വന്നിട്ടുണ്ട്, Hanged Man, Nine of Swords എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു വിജയത്തിൻ്റെയോ ഒരു സമാധാനത്തിൻ്റെയോ ഒക്കെ ഒരു ഘട്ടത്തിലായിരിക്കാം എത്തി നിൽക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലായാലും ജീവിതത്തിലായാലും സന്തോഷവും സമാധാനവും നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ അതിൽ നിങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിന് മേൽ ചില ആളുകളുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ വളരെ അടുത്ത സർക്കിളിലുള്ള ആളുകളാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത്തരം ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടർന്ന് കാണുക. അപ്പോൾ ഇവിടെ അവരുടെ ഒരു എനർജിയായിട്ട് കാണുന്നത് പുറമേക്ക് വളരെ ശാന്തമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അവർക്കുള്ളത്. പക്ഷേ അവർക്ക് അവരുടെ യഥാർത്ഥ വികാരങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാനും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുമൊക്കെ പ്രത്യേക ഒരു കഴിവുണ്ടെന്നുള്ളതാണ്. അതിനാൽ തന്നെ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് പെട്ടെന്നാർക്കും തിരിച്ചറിയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളോടുള്ള അസൂയയും അതേപോലെ തന്നെ അവർക്ക് അവരുടെ തന്നെ ജീവിതത്തോട് തോന്നുന്ന ഒരു തൃപ്തിയില്ലായ്മയുമാണ്. അതായത് അവരുടെ കൈവശമുള്ള ഒന്നിലും അവർക്കൊരു തൃപ്തി കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. നിങ്ങളിലുള്ള ഗുണങ്ങളോ വിജയങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അവർക്ക് ലഭിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത അവരെ നിരന്തരം അലട്ടുന്നുണ്ട്. നിങ്ങളുടെ ചിരിയും സന്തോഷവും കാണുമ്പോൾ അവർ ഉള്ളിൽ വലിയ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സമാധാനം എങ്ങനെയെങ്കിലും ഇല്ലാതാവണം, നിങ്ങളുടെ ചിരി മായ്ക്കണം എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഊർജം വളരെയധികം നെഗറ്റീവായിട്ടുള്ള, മറ്റുള്ളവരെ എപ്പോഴും നിയന്ത്രിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് ആ വ്യക്തി ആരാണെന്നുള്ള തിരിച്ചറിവ് ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ പൂർണ്ണമായിട്ടും ചോർത്തിക്കളയുന്നുണ്ടെന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുപോലെ ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് നിരന്തരം ഓരോ വിവരങ്ങളും ശേഖരിക്കാനും നിങ്ങളുടെ തികച്ചും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിരീക്ഷിക്കാനും താല്പര്യം കാണിക്കുന്ന ഒരു ആളാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ കേൾക്കാനും നിങ്ങളുടെ ചെറിയ വീഴ്ചകൾ പോലും കാണാനും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ
അതിൽ ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കി അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങളെയോ സന്തോഷങ്ങളെയോ ഒക്കെ അവർ വില കുറച്ച് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കാണുകയും അതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്താനുമൊക്കെ ശ്രമിക്കാറുണ്ട്. ഇവിടെ അവർ വാക്കുകൾ കൊണ്ടാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത ഒരു സുഹൃത്തോ, അതുപോലെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള ഒരു ആളോ ആയിരിക്കാം എന്നാണ് കാണുന്നത്. അവർ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്ത് സംസാരിക്കാറുണ്ട്. അതായത് നിങ്ങൾ എത്ര വിജയങ്ങൾ നേടിയാലും അല്ലെങ്കിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനേക്കാൾ മികച്ച വിജയങ്ങളും നല്ല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ സംസാരിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അവർ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങളെ വില കുറച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ആ ഒരു വ്യക്തിയുടെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾ പണം ചിലവഴിക്കുന്ന രീതികളെയും നിങ്ങളുടെ സമ്പാദ്യത്തെയും ഒക്കെ അവർ എപ്പോഴും നിരീക്ഷിക്കാറുണ്ട്. അവർ പലപ്പോഴും നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ടാവാം. എന്നാൽ അത് നൽകാനായിട്ട് കഴിയാതെ വരുമ്പോൾ അവർ നിങ്ങളെ സ്വാർത്ഥരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തിയുടെ സാന്നിധ്യം മൂലം നിങ്ങളുടെ ചിന്തകളിൽ പോലും നെഗറ്റീവ് എനർജി നിറയ്ക്കാറുണ്ടെന്നുള്ളതാണ്. അതായത് അവരെപ്പോഴും സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളുമൊക്കെ ആയിരിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ചിന്താഗതിയെ ഇല്ലാതാക്കാറുണ്ട്. കൂടാതെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ അവർ എപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് അവർ പല കാരണങ്ങളും കണ്ടെത്തും. അതിനാൽ തന്നെ ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയാതെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നിങ്ങളുടെ മനസ്സിനെ വലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അവർ നിങ്ങളെ എത്തിക്കാറുണ്ട്. ഇവിടെ ഈ വ്യക്തി മൂലം നിലവിൽ നിങ്ങൾ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്താനും നിങ്ങളിൽ ഒരു മാനസിക ഭാരവും മാനസിക സമ്മർദ്ദവുമൊക്കെ ഉണ്ടാക്കാനും ഈ വ്യക്തി കാരണമാകാറുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ നിങ്ങളുടെ പങ്കാളിയുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായോ ഒക്കെയുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് ഈ വ്യക്തി പലപ്പോഴും ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വഷളാക്കാനുമൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ പരിശ്രമിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ തളർത്താറുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ പോലും അവരൊരു ചങ്ങലയിടാനായിട്ട് ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതിലൊക്കെ അനാവശ്യമായിട്ട് അവർ ഇടപെടാറുണ്ട്. ഇത് നിങ്ങളുടെ സമാധാനത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ കൃത്യമായിട്ട് നിശ്ചയിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആ വ്യക്തിയുടെ നെഗറ്റീവ് വാക്കുകളെയും ചിന്തകളെയും ഒന്നും നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിനും വിജയത്തിനും മാത്രം ശ്രദ്ധ കൊടുക്കുക. ആ വ്യക്തിയിൽ നിന്നും ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പരിധിക്കപ്പുറം നിങ്ങളുടെ സ്വകാര്യതകൾ അവരോട് തുറന്ന് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളിൽ സമാധാനം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് മേൽ അസൂയ വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് മേൽ മോശം ദൃഷ്ടി വെച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയെ ഇതുവരെയും തിരിച്ചറിയാനായിട്ട് കഴിയാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചം ആ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് അവർ രണ്ട് മുഖമുള്ള വ്യക്തികളായിരിക്കും. അതായത് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളെ അമിതമായിട്ട് പുകഴ്ത്തി പറയാനും നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ ശ്രമിക്കുകയും
എന്നാൽ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായിട്ട് പറയുകയും ചെയ്യുന്ന വ്യക്തി. അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, പുതിയ പ്ലാനുകൾ ഇവയൊക്കെ അറിയാനായിട്ട് എപ്പോഴും താല്പര്യം കാണിക്കുന്ന ആ ഒരു വ്യക്തി. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടായി എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് മുഖഭാവം മാറുന്ന ആ ഒരു വ്യക്തി. അവർ പുറമേ നിങ്ങളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുമെങ്കിലും ആ ഒരു സന്തോഷത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കുറ്റങ്ങളോ ഒക്കെ പറയാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തികൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരായിരിക്കാം നിങ്ങൾക്ക് മേൽ അസൂയയും വിരോധവുമൊക്കെ വെച്ച് പുലർത്തുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ അവരാരായാലും അവരെ കണ്ടെത്തി അവരിൽ നിന്നും ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പോസിറ്റീവായിട്ട് വരുമെന്ന് അറിയില്ല. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.